പിരിയുന്ന ആരാധ്യരായ ഭക്തജനങ്ങൾ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരിൽ, ഇന്ന് ഈ ശിവരാത്രി ദിനത്തിൽ അമ്മയുടെ ഭക്തർ രാവിലെ മുതൽ നടത്തുന്ന ഈ ഉപവാസ യജ്ഞത്തിൽ ഇവിടെ ഇത്തിരി വൈകിയാണെങ്കിലും പങ്കെടുക്കാൻ സാധിച്ചതിൽ, കാരണം വളരെ എത്താൻ സമയം വൈകുമോ എന്നൊക്കെയുള്ള പരിഭ്രമത്തിൽ ഇത്തിരി വൈകിയാണെങ്കിലും എത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എന്നെയും നിങ്ങളെയും ഇങ്ങനെ ഈ റോഡിന് ഇരുവശത്തും അമ്മയുടെ നാമധേയത്തിൽ വ്രതത്തിനേറെ പ്രാധാന്യമുള്ള ഈ ശിവരാത്രി നാളില് ഇങ്ങനെ ഇരുത്താൻ സഹായിച്ചവർക്ക് മനസ്സിന്റെ എല്ലാ നന്മയും എടുത്ത് നന്ദി പറയാൻ ഞാൻ ഈ വേദി ആദ്യമായി പ്രയോജനപ്പെടുത്തുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ച് ഏത് വ്രതവും ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഫലമുണ്ട് ഒരുമിച്ച് ചെയ്യുന്നതിന് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കാരണക്കാരായവർക്കെതിരെ കാരണക്കാരായവരോട് ഒരുപാട് നന്ദി പറയാനുണ്ട് എന്നുള്ളത്. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെയോ ആശ്രമത്തെയോ ഭക്തരെയോ നുള്ളി നോവിക്കാനും കുത്തിപ്പറയ്ക്കാനും തുടങ്ങിയിട്ട് ഒരുപക്ഷെ അതിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെ നമുക്ക് അത്തരം അനുഭവങ്ങൾ നേരിട്ട് പരിചയമുണ്ട്. ഇപ്പോൾ നടക്കുന്ന അസത്യ പ്രചരണങ്ങൾ മതത്തെയോ അതുമല്ലെങ്കിൽ ഭക്തരെയോ അമ്മയെയോ ഒരു തരത്തിലും ബാധിക്കും എന്നുള്ള പരിഭ്രമം കൊണ്ടല്ല ഞാനും നിങ്ങളും ഇന്ന് ഈ ഉപവാസ യജ്ഞവുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെല്ലായിടത്തും ലോകത്തിലെല്ലായിടത്തും അമ്മയുടെ ഭക്തർ ഒരുമിച്ച് ഇത്തരത്തിൽ ഇറങ്ങുന്നതിൽ അമ്മയെയോ ആശ്രമത്തെയോ ഭക്തരെയോ ബാധിക്കും എന്ന് കരുതിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമാണ് എന്നുള്ളത് കൊണ്ടുമല്ല, ഇത് മഠത്തിനെതിരെയോ അല്ലെങ്കിൽ ഭക്തർക്കെതിരെയോ അമ്മയ്ക്കെതിരെയോ വിശ്വാസത്തിനെതിരെയോ ഉള്ള ആദ്യത്തെ ശ്രമമല്ല. പക്ഷേ ഇന്ന് ഞാനും നിങ്ങളും ഇറങ്ങിയിരിക്കുന്നത് ഇത് അവസാനത്തേതായിരിക്കണം എന്ന തീരുമാനമായിട്ടാണ്. ആദ്യത്തേതല്ല എന്ന് നമുക്കറിയാം, പക്ഷേ ഇത് അവസാനത്തേതായിരിക്കണം. അവസാനത്തേതാകണം എന്ന് അഭ്യർത്ഥിക്കാനല്ല, അവസാനത്തേതായിരിക്കും എന്ന് തീരുമാനിക്കാനുള്ള ദൃഢനിശ്ചയവുമായി അതിനുള്ള ഇച്ഛാശക്തി നമ്മളിലുണ്ട് എന്ന ആത്മവിശ്വാസവുമായിട്ടാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തർ ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് ഇറങ്ങുന്നത്. കാരണം ഇത് 1, 2, 3 എന്ന് ഒരുപാട് എണ്ണി നമ്മൾ ഇനിയും എണ്ണുക എന്ന് പറഞ്ഞാൽ അത് ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ആദ്യത്തേതല്ല. ഒരുപക്ഷെ ഇതിന്റെ തുടക്കം നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? നൂറ്റാണ്ടുകൾക്ക് പുറകെ പോകേണ്ടി വരും. അമ്മയ്ക്കെതിരെയുള്ള ഒരു ഒറ്റപ്പെട്ട ശ്രമമല്ല ഇത്. സനാതന ധർമ്മത്തിനെതിരെ, ഇവിടുത്തെ സംസ്കാരത്തിനെതിരെ, ഈ രാഷ്ട്രത്തിന്റെ പാരമ്പര്യത്തിനെതിരെ ഇതിനെയുള്ള പരിശ്രമങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് എന്ന് ചരിത്രവും വർത്തമാനവും എല്ലാം മനസ്സിലാക്കുന്ന നമുക്കറിയാം. ഇന്ത്യയിലേക്ക് വന്ന വിദേശികളെ, പ്രത്യേകിച്ച് യൂറോപ്യര്, അവർ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഹിമാലയത്തിന്റെ ഔന്നത്യം കണ്ടിട്ട് അവർ പരിഭ്രമിച്ചിട്ടില്ല, സാഗരത്തിന്റെ ആഴം കണ്ടിട്ടും അവർ പരിഭ്രമിച്ചിട്ടില്ല. പക്ഷെ അവരെ പരിഭ്രമിപ്പിച്ചത് ഇവിടുത്തെ വേദങ്ങളുടെ ആഴമാണ്, അല്ലെങ്കിൽ ആ വേദങ്ങളിലുള്ള സത്യങ്ങളുടെ ആഴമാണ് അവരെ പരിഭ്രമിപ്പിച്ചത്. അതിലുപരി ഇവിടുത്തെ ഋഷീശ്വര പാരമ്പര്യം അതും അവരെ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലി ഇവിടുത്തെ സന്യാസി ശ്രേഷ്ഠന് മുന്നിൽ സർവം സമർപ്പിക്കാനുള്ള മനസ്സുമായി നടക്കുന്ന ഭാരതീയ ജനത, അവർക്കതൊരു അമ്പരപ്പായിരുന്നു. കാരണം ആരെയും നിയമിക്കുന്നതല്ല, ഇതാണ് നിങ്ങളുടെ പുരോഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് നിങ്ങളുടെ ആചാര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നിയമപ്രകാരം നിയമിക്കുന്ന ഒരാൾക്ക് മുന്നിലല്ല, മറിച്ച് ഒരു പരിചയവുമില്ലാത്ത ആർക്ക് മുന്നിലും സർവസംഘ പരിത്യാഗികളായ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് മുന്നിൽ നമസ്കരിക്കാൻ, സർവ്വസമർപ്പണം ചെയ്യാൻ ഈ ജനത കാണിക്കുന്ന താല്പര്യം, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ സായിപ്പന്മാരെ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട്. ലോകം കീഴടക്കിയ അതേ മനസ്സുമായി ഭാരതത്തിലെത്തിയാൽ ഇവിടെ ആ കീഴടക്കൽ നടക്കില്ല എന്നവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അമേരിക്ക കീഴ്പ്പെടുത്തിയതുപോലെ, ആസ്ട്രേലിയ കീഴ്പ്പെടുത്തിയതുപോലെ, ആഫ്രിക്ക കീഴ്പ്പെടുത്തിയതുപോലെ എളുപ്പമല്ല ഭാരതത്തെ കാൽക്കീഴിലിട്ട് ചവിട്ടി മെതിക്കുന്നത്. ഭാരതത്തെ കീഴടക്കണമെങ്കിൽ ഭാരതത്തിന്റെ മനസ്സ് കീഴടക്കണം. ആ ആത്മവിശ്വാസം നശിപ്പിക്കണം. അതിനവർ കണ്ട രണ്ടെണ്ണമാണ്. ഒന്ന്, വേദങ്ങളുടെ ആധികാരികത ഇല്ലാതാക്കുക. മറ്റൊന്ന്, ഇവിടുത്തെ സന്യാസ പാരമ്പര്യത്തെ ഇല്ലാതാക്കുക. ഇത് രണ്ടിലുമാണ് ഭാരതം പടുത്തുയർത്തുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടെത്തിയതാണ്. മാത്സ് ഉള്ളത്, വേദം പഠിച്ചത് വേദത്തോടുള്ള ബഹുമാനം കൊണ്ടല്ല, സംസ്കൃതത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് പഠിച്ചത് അതിനെ കുളത്തിലാക്കി കയ്യിൽ കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം തന്നെ പിന്നീട് കുറ്റസമ്മതം പോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചതും ദുരുപയോഗം ചെയ്തതും ഇന്നതിനാണ് എന്നുള്ളത്. വെക്കാതെ ഇവിടുത്തെ വിദ്യാഭ്യാസ പദ്ധതി തയ്യാറാക്കിയത് ഭാരതീയരെ എല്ലാം പഠിപ്പിച്ച് നന്നാക്കാം എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസം നശിപ്പിക്കണം. അവിടെ തുടങ്ങിയ ആ തേരോട്ടം ഇന്ന്
ശരിക്കും ആഗോള ശക്തികളുടെ ശ്രമം ഇതിന്റെയൊക്കെ പുറകിലുണ്ട് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതിനാണ് ചരിത്രത്തിലേക്ക് പോയത്. അപ്പോ ഏതോ ഒരു പുസ്തകമല്ല ഇവിടെ നിമിത്തം, ഏതോ ചില സംഭവങ്ങളല്ല നിമിത്തം, ഏതെങ്കിലുമൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്ന് പറഞ്ഞ് നയങ്ങൾ എടുത്തുകൊണ്ട് സനാതന ധർമ്മത്തെയും അതിന്റെ മൂല്യത്തെയും അതിന്റെ വിശ്വാസങ്ങളെയും നശിപ്പിക്കാൻ തുടങ്ങിയ ശ്രമങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പിൻബലമുണ്ട്, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ കാലയളവായിക്കൊണ്ട് ഇത് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ലോകം മുഴുവൻ അമ്മയ്ക്ക് പിന്നിൽ അണിനിരക്കുമ്പോൾ ഇത് ആയിരിക്കണം എന്നുള്ള ആ ഒരു നിശ്ചയം നമുക്ക് എടുക്കേണ്ടി വന്നത് അതുകൊണ്ട്. ഇന്ന് രാവിലെ മുതൽ അല്ല, കേവലം 1-1.5 ആഴ്ചയായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ചർച്ച ചെയ്യുന്നത്? പണ്ടൊരു വിദ്വാനോട് ഒരാൾ ഇന്റർവ്യൂ ഒക്കെ തുടങ്ങുന്ന കാലം, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാനൽ ഇന്റർവ്യൂ ആണ് എന്ന് പറയാം. കാരണം എങ്ങനെയെങ്കിലും 24 മണിക്കൂർ ആക്കി കിട്ടാൻ വേണ്ടി പണിപ്പെടുന്ന ചാനലുകളുണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒന്നിന്റെയാണെങ്കിൽ ഇന്ന് പറയാം, പക്ഷെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് ഒരു വിദ്വാനോട് 4 കൂടി ഒരു കവലയിൽ നിന്നിട്ട് ഒരാൾ ചോദിച്ചു, താൻ തന്റെ അമ്മയെ തല്ലി അത് ശരിയാണോ എന്ന് ചോദിച്ചു. താൻ തന്റെ അമ്മയെ തല്ലിയത് ശരിയാണോ എന്ന് ചോദിച്ചു. അമ്മയെ തല്ലിയിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, താൻ തന്റെ അമ്മയെ തല്ലിയത് ശരിയാണോ? 2 പറഞ്ഞാലും കുടുങ്ങിപ്പോയി. ശരിയാണ് എന്ന് പറഞ്ഞാൽ കണ്ടോ, അവനവന്റെ അമ്മയെ തല്ലിയത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കണ്ടോ, ശരിയല്ല, അവന് തന്നെ അറിയാതെ ശരിയല്ല, എന്നാലും അവൻ തല്ലി. അവനവിടെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു അവസരമില്ല. ഞാൻ എന്റെ അമ്മയെ തല്ലിയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ ഇത് ചർച്ചയാക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, താൻ തന്റെ അമ്മയെ തല്ലി എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, മറ്റേ തല്ലിയത് ശരിയാണോ? തല്ലി എന്ന് പറഞ്ഞത് ശരിയല്ല, ആ സംഭവം ശരിയാണോ? അപ്പൊ ചിന്തിക്കുക, ഇല്ലാത്തൊരു സംഭവത്തെ കെട്ടിവെച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ അത് വാർത്തയാക്കി മാറ്റുക. ഇത് ഇന്നലെകളിലേ നമ്മൾ പറഞ്ഞു കേട്ടതാണ്. അതിന്റെ തനിയാവർത്തനമാണ് ഇന്ന് നടക്കുന്നത്. 1999 14 വർഷങ്ങൾക്കപ്പുറത്ത് മഠം ഉപേക്ഷിച്ച ഒരു വ്യക്തി, മഠം തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി 14 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നടത്തുന്ന വെളിപാടുകൾ ചർച്ച ചെയ്യാൻ 100% സാക്ഷരത നേടിയ കേരളത്തിൽ മാധ്യമങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ പറ്റിയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കള്ളം കടന്നതിന്റെ 7-ാം ദിവസം നിലയും വിളിയും കൂട്ടുകാർക്ക് കേട്ടിട്ടുണ്ട്. അതിന്റെ പുറത്തൊരു ചൊല്ലുണ്ട്, കള്ളം കടന്നതിന്റെ 7-ാം ദിവസം നിലയും വിളിയും കൂട്ടുകാരന്. സംഭവം നടന്നതിന്റെ 14-ാം വർഷത്തിലെ നിലയും വിളിയും കൂട്ടുക എന്നുള്ളത് നമ്മളിപ്പോ കണ്ടു. 99 മഠം വിട്ടിയ ഒരു വ്യക്തിയുടെ ജൽപ്പനങ്ങൾക്ക് കേരളത്തിലെ ചിലരെങ്കിലും, ബഹുഭൂരിപക്ഷവും തള്ളിക്കളയുമ്പോൾ ചിലരെങ്കിലും കാതോർക്കുന്നുവെങ്കിൽ അവർക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചില സംശയമുണ്ട്. അങ്ങനെ പേര് എന്താ അക്ഷരമൊക്കെ മാറ്റിയ ട്രേഡ് വെല്ലെന്നാക്കാം. ആ മദാമയുടെ പേര് നല്ല കച്ചവടം എന്നാണ്. ട്രേഡ് വെല്ലം എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടം, നല്ല വാണിജ്യമാണ്. അറിഞ്ഞാരോ പേറ്റ പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഏതായാലും നല്ലൊരു കച്ചവടത്തിന് തരമാക്കിക്കൊണ്ട് തന്നെ അവർ പറയുന്നത് എവിടെയൊക്കെയോ യുക്തിയോടുകൂടി ചിന്തിക്കുന്നവർ, ചർച്ച നടത്തുന്നവർ, അവരെത്തിച്ചേരേണ്ട ചെറിയൊരു മേഖലയിൽ പോലും എത്തിച്ചേർന്നോ എന്നുള്ളൊരു സംശയം. കാരണം കടലേഴും കടന്ന് ഭാരതത്തിന്റെ മണ്ണിലെത്തി മഠം വരെ എത്താനും അമ്മയെ ഗുരുവായി സ്വീകരിക്കാനും ഒക്കെ ഉള്ള അറിവും പരിചയവും ഒക്കെ ഉള്ളൊരു വ്യക്തി. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഏത് സമയത്തും ഏത് തരത്തിലുള്ള അനുഭവവും നേടാൻ. കാരണം മനുഷ്യന്മാരെല്ലാം പല തരക്കാരാണ്, പല സ്വഭാവക്കാരാണ്. ആരിൽ നിന്നും ചിലപ്പോൾ അരുതാത്ത ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. നമ്മളെല്ലാം അന്നം തിന്നുന്ന ബുദ്ധി വെച്ചുകൊണ്ട് ആരിൽ നിന്നും അരുതാത്ത എന്തും എപ്പോഴും സംഭവിക്കാം എന്ന് തന്നെ കരുതുന്നു നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക്, ഈ മദാമയ്ക്ക് മഠത്തിൽ ഒരു ദിവസം അരുതാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് നമുക്ക് കൂട്ടാം, അപകടമാണ് എന്ന് നമുക്ക് കൂട്ടാം. അങ്ങനെ ഒരു അനുഭവം നടന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കാപ്പായ കടലാസിൽ അത് എഴുതി കൊടുക്കാനുള്ള വിവരം ഇവർക്കുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഇനിയും ഉറങ്ങാതെ വേദപ്പെടുത്തിക്കേണ്ടി വരും. കാരണം ഇത്രയും ഈ കടലേഴിൽ ഇതൊരു സാധാരണ വിധമയല്ല, വിദ്യാഭ്യാസമില്ലാത്തൊരു സ്ത്രീയല്ല, മറ്റുള്ളവരെ ഭയന്നു നിൽക്കുന്ന ഒരു സ്ത്രീയല്ല. ഒരു ദുരനുഭവം ഉണ്ടായാൽ ഒരു കാപ്പായ കടലാസിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എഴുതി കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ, വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് ചികിത്സ ആവശ്യമാണ്, വികലമായ ഒരു മനസ്സിന്റെ ഉടമയാണ് എന്ന നിലയിലേക്കാണ് ചർച്ച പോകേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ മഠത്തിനെതിരെ പറയുകയാണെങ്കിൽ അവിടെ ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, അവിടെ തികഞ്ഞ ബുദ്ധിയുള്ളവരാണ്. നേരെ മറിച്ച് മഠത്തിന് അനുകൂലമായി പറയുന്നതെങ്കിൽ മാനസിക നിലയ്ക്കെന്തോ തകരാറുണ്ട് എന്ന നിലയ്ക്കായിരിക്കും നമുക്ക് ചർച്ച പോവുക. അപ്പൊ ഇവിടെ മനോരോഗിയാണ് എന്ന ചിന്തയ്ക്ക് പോലും അർത്ഥമില്ലാതെ ചില ചാനലുകൾ, അവിടെ ശ്രദ്ധിക്കണം നമ്മൾ ഏതൊക്കെ ചാനലുകളാണെന്ന്, ഇന്ത്യ വിഷൻ, മീഡിയ വൺ, അതുപോലുള്ള റിപ്പോർട്ടർ എല്ലാം ഒരേ തൂവൽ പക്ഷികൾ.
ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ തൂവൽ പക്ഷികൾ, ഒരേ വായ കൊണ്ട് ഒരേ ആശയങ്ങൾ. കാരണം കള്ളം 100 വർഷം ആവർത്തിച്ചാൽ സത്യമായി തീരും എന്ന് പറഞ്ഞ ഗീബൽസ് മറഞ്ഞുപോയിട്ട് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ടുണ്ടാകാം. പക്ഷെ അതിലൊക്കെ വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്നലെയും മീഡിയ വണ്ടി വെച്ച് നോക്കിയപ്പോ ചർച്ച നടക്കുക. ഇന്നലെയും ചർച്ച നടക്കുകയാണ്. എന്താ ചർച്ച? ഇത് തന്നെ പറഞ്ഞെന്നും കൂടെ പറഞ്ഞ് വേറൊരു ചാനലുകാർ അതിന്റെ ഇടയ്ക്ക് ഓടിപ്പോയി എവിടെയൊക്കെ ടാക്സ് കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ പെർമിഷൻ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ രൂപത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിക്കും. ഇവിടുത്തെ എത്ര സ്ഥാപനങ്ങൾ ആ ചാനൽ അന്വേഷിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടുത്തെ എത്ര പാർട്ടി ഓഫീസുകൾ, ഇവിടുത്തെ മറ്റ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇവിടെ നിയമപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഇതുവരെ നോക്കാത്ത ചാനലുകൾ അവിടെ ഓടി പഞ്ചായത്തിന് നികുതി അടച്ചിട്ടുണ്ടോ, ഇനി അതുമല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കാപ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് ഉരുള ഉരുട്ടിയിട്ടാണോ കഴിക്കുന്നത്, അതോ മറ്റു ഒരു പക്ഷേ നാളെ മറ്റൊരു വിവാദമായിട്ട് വരാം. അവിടെ ആരും ഉരുള ഉരുട്ടിയല്ല കഴിക്കുന്നത്, കാരണം ഇതിന്റെ ഒരു വിഷയം കിട്ടണ്ടേ. ഇങ്ങനെ ചില വിഷയങ്ങൾ എവിടെ നിന്നാണോ തോണ്ടിയെടുക്കാൻ പറ്റുക എല്ലാ ശ്രദ്ധയും മഠത്തിലേക്ക് മാത്രം തിരിച്ചു വെക്കുമ്പോൾ കംസനായിരുന്നപ്പോൾ ഏറ്റവും വലിയ കൃഷ്ണഭക്തി ഉണ്ടായിരുന്നു. കാരണം കംസൻ സദാ നേരം കൃഷ്ണ എതിർപ്പിന് വേണ്ടിയാണെങ്കിലും കൃഷ്ണ എന്ന് ജപിച്ചോണ്ടിരിക്കുമ്പോൾ ന്യായമായും സംശയിക്കുക ഭക്തി കൊണ്ടായിരിക്കും. മഠത്തുനിന്നും അമ്മയുടെ കാലത്തോട്ടുനിന്നും ഇങ്ങോട്ട് പോരാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് അമ്മ എന്നൊരു 1000 വട്ടം പറയാൻ കിട്ടുന്ന അവസരം കളയണ്ട എന്ന ചിന്തയ്ക്കാണോ ഇവരൊക്കെ അവിടെ തന്നെ കിടന്ന് കളിക്കുന്നത് എന്ന് സംശയിക്കാൻ നമുക്കിതിലിടമുണ്ട്. പക്ഷെ ചാനലുകാരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാം. ചാനലുകാരുടെ ഒരു യുക്തിക്കും അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചർച്ചകളിലേക്ക് തലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ലക്ഷ്യം നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. സനാതനമായ മൂല്യങ്ങളെയും സനാതനമായ വിശ്വാസങ്ങളെയും സനാതന ധർമ്മത്തെയും ഇല്ലാതാക്കുക എന്ന ഗൂഢ ഉദ്ദേശം ഉള്ളിലൂടെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നവരുടെ ഉപകരണങ്ങളാണ് അത്തരം ചില ചാനലുകൾ എന്നുള്ളത്. കാരണം വ്യക്തമായി പറഞ്ഞ ആ ചാനലുകൾ ആരൊക്കെയാണെന്നും അതിന്റെ ഉടമസ്ഥത ആരിലൊക്കെയാണ് എന്നും മലയാളിക്കറിയാം. അവർക്ക് ഈ സനാതന ധർമ്മവും ഈ നാടിന്റെ മൂല്യങ്ങളും ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ജീവിത വ്രതമായി എടുത്തതുകൊണ്ട് തന്നെ അവർക്കത് ഭൂഷണമാണ്. അവരാ നിലയ്ക്ക് പോകട്ടെ. പക്ഷേ നമ്മൾ ചിന്തിക്കുക, ഇത് ഏറ്റുപിടിച്ച രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ ഏത് വിധത്തിൽ കാണണം? എനിക്കറിയാം അമ്മയുടെ ഭക്തകൾ പലരെയും, എനിക്ക് നേരിട്ട് പരിചയമുള്ള ഭക്തരെ എനിക്കറിയാം. അമ്മയുടെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങുമ്പോൾ, ലോകം മുഴുവൻ തന്നിലെത്തിയ മനഃശാന്തിയോടുകൂടി അമ്മയുടെ കരവലയത്തിനുള്ളിൽ ഒതുങ്ങുമ്പോൾ, അമ്മയുടെ അതിനുശേഷം അമ്മയുടെ കാൽക്കൽ നമസ്കരിച്ച് അമ്മയോട് അനുഗ്രഹം വാങ്ങി പോളിംഗ് ബൂത്തിലേക്ക് പോവുകയും അരിവാചിതിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് അമ്മയെ അവരെ ജയിപ്പിക്കണമേ എന്ന് പറയുന്ന ആയിരക്കണക്കിന് ഭക്തരെ എനിക്കറിയാം. അവര് വിശ്വാസം കൊണ്ട് അമ്മയുടെ ഭക്തരായിരിക്കാം. പക്ഷെ അതിലുപരിയായി രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അണികളായി നിന്ന് വോട്ട് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി വഴിപാട് നടത്തുന്ന ആയിരക്കണക്കിന് അമ്മയുടെ ഭക്തരുള്ള നാട്ടില് എങ്ങനെ സാധിച്ചു അവരെ മുഴുവൻ തള്ളിക്കൊടുന്നുകൊണ്ട് പാർട്ടിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി പിണറായി വിജയന് തന്നെ ഇതിന് സത്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പ് ചാടിക്കളിക്കാനും അഭിപ്രായം പറയാനും എങ്ങനെ സാധിച്ചു? ചാനലുകളോട് വിടുന്നു. കാരണം ആ ചാനലുകളിലും അവരുടെ ഉടമസ്ഥർക്കും വ്യക്തമായ ഉദ്ദേശമുണ്ട്. അത് മാറ്റിവെക്കാൻ ഓരോരുത്തരും ഓരോ ഉദ്ദേശം, അവർ ആ വഴിക്ക് നടക്കട്ടെ. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇത് ഏതെങ്കിലും തരത്തിലുള്ള മതം പ്രചരിപ്പിക്കാനുള്ള ഒരു സംഘടനയല്ലല്ലോ, ഏതെങ്കിലും മതത്തിന് വേണ്ടി കൊലവെപ്പ് നടത്താനുള്ള ഒരു സംഘടനയല്ലല്ലോ. മതേതരത്വമാണ് മുഖമുദ്ര എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നില്ല? കേട്ടത് പാതി കേൾക്കാത്തത് പാതി, കത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ന്യായത്തിൽ അഭിപ്രായം പറയുന്ന ഒരു സംഘടനയുടെ നേതാവിന് ഭൂഷണമാണ്. VS അച്യുതാനന്ദനാ പറഞ്ഞെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. പാർട്ടിയുടെ അദ്ദേഹത്തെ ഇപ്പോഴേ 7ാം കൂലിയാണ്. അതല്ലല്ലോ പിണറായി വിജയൻ. അദ്ദേഹമല്ലേ പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ്, പിണറായി എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ്. അപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഭിപ്രായമാണ്. ഇവിടെ ഇത്രയും കാലം വോട്ട് ചെയ്ത് അമ്മയുടെ കരവലയത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അതേ സുഖം അവരൊരു പക്ഷെ അരിവാചിതിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുമ്പോഴും അത് അമ്മയോടാവും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അമ്മയെ ജയിപ്പിക്കണമെന്ന്. അവരെ എങ്ങനെ വഞ്ചിക്കാൻ തോന്നി പാർട്ടിക്ക്? അവരെ എങ്ങനെ അപമാനിക്കാൻ തോന്നി? അവരെ എങ്ങനെ അവഗണിക്കാൻ തോന്നി? അതുകൊണ്ട് മിനിമം പിണറായി വിജയൻ അതിനോടൊപ്പം ഒന്ന് പറയാമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മഠങ്ങൾ, മഠം ഇന്നില്ലതൊക്കെയാണ്. അതിലൊക്കെ പിണറായി വിജയൻ വിശ്വസിക്കുന്നു. അന്വേഷിക്കണം, മരുതായ്മ നടക്കുന്നു ആണ് എങ്കിൽ പിണറായി വിജയൻ അതിനോടൊപ്പം ഒന്നുകൂടി പറയണമായിരുന്നു, ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അമ്മയുടെ ഭക്തരായിട്ടുള്ള ആരും അരിവാചിതിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യണ്ട. കാരണം ഞങ്ങൾക്ക് ആ കളങ്കിതമായ വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ആ കളങ്കിതമായ വോട്ട് വേണ്ട. ഇതിനോടൊപ്പം പറയാമായിരുന്നു. മറ്റൊന്ന്,
സ്വകാര്യതയും വ്യക്തിപരമായ കാര്യങ്ങളൊന്നും നമ്മളിവിടെ എടുക്കാനും പറയാനും പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ മര്യാദ. പക്ഷെ മര്യാദക്കാരോടല്ലേ വേണ്ടുള്ളൂ. തെളിക്കുത്തരം മുറിപ്പത്തല് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് വ്യക്തിപരമായി പറയാൻ പാടില്ല, അത് മര്യാദയല്ല. പക്ഷേ ഒരു ചെറിയ ചോദ്യം മനസ്സിലങ്ങനെ തികട്ടി വരുന്നത് ചോദിക്കാതിരിക്കാൻ പറ്റാണ്ടാണ്. അമൃത സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ഇത്രയധികം അറിയാവുന്ന പിണറായി വിജയൻ അത് കൊള്ളരുതാത്ത മുതൽ കൊണ്ടുണ്ടാക്കിയതും കൊള്ളരുതായ്മയുമാണ് അവിടെ നടക്കുന്നതെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, എന്തിനാ സ്വന്തം മകളെ അവിടെ പഠിപ്പിക്കാൻ കൊണ്ടുപോയി ആക്കിയത്? കേറി വരുത്താൻ ഉദ്ദേശിച്ചാണോ? കേരളത്തിൽ വേറെ സ്ഥാപനങ്ങൾ ഇല്ലാതെയാണോ? CPM-കാരെ പഠിപ്പിക്കില്ല എന്ന് കേരളത്തിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പറഞ്ഞിരുന്നോ? പിന്നെ എന്തിനാ ഈ പറഞ്ഞ കൊള്ളരുതായ്മകളൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി മകളെ ചേർത്തത്? പണ്ട് താജ്മഹൽ ഉണ്ടാക്കിയ ശില്പികളുടെ കൈ വെട്ടിക്കളഞ്ഞതായി കേട്ടിട്ടുണ്ട്. കാരണം എന്തിനാ? ഇനി അങ്ങനെ ഒരു സാധനം എവിടെയും പണിയാതിരിക്കണം. താജ്മഹലിന്റെ ശില്പികളുടെ കൈ വെട്ടിയത് ഇനി അങ്ങനെ ഒന്ന് എവിടെയും പണിയാതിരിക്കാൻ വേണ്ടി വെട്ടിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മിസ്റ്റർ പിണറായി, എന്റെ മകള് പഠിച്ച് നന്നായി, ഇനി കണ്ട ചാത്തന്റെയും ലോക്കന്റെയും മക്കളൊന്നും അവിടെ പോയി പഠിച്ച് നന്നായി ഇവരോടൊപ്പം വളർന്നു വരരുത് എന്നുള്ള ആഗ്രഹമാണോ? ഇനിയൊരു താജ്മഹൽ എവിടെയും പണിയരുത് എന്ന് ആഗ്രഹിച്ചതുപോലെ ഇനി ആരും അത്തരം സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് നന്നാകരുത് എന്ന ദുഷ്ടലക്ഷ്യമാണോ ഇതിനെയൊക്കെ തകർക്കാൻ കോപ്പുകൂട്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്? ചോദിച്ചു പോയതാണ്, ചോദിക്കേണ്ടി വന്നതാണ്, അല്ല ചോദിപ്പിച്ചതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഇത്തരം ആശയങ്ങൾ ചോദിപ്പിച്ചതാണ്. ഇത്തരത്തിൽ എടുത്തു കയറി അഭിപ്രായം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഇത്തരത്തിൽ നമ്മുടെ മനസ്സുകളെ മുറിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും ഇതൊന്നും ചോദിക്കുമായിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പരിഭവം പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്, പരാതി പറയാനല്ല അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പരിഭവവും പരാതിയൊന്നുമല്ല, നമ്മുടെ കണ്ണുനീര് മറ്റുള്ളവരെ കാണിക്കാനുമല്ല. നമ്മുടെ ഉള്ളിലെ അഗ്നി, ഈ ഓരോ വിഷയവും ഓരോ വാക്കും ഭക്തരുടെ മനസ്സിൽ രോഷാഗ്നിയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ഈ അഗ്നി ഇത് ബന്ധപ്പെട്ടവർ കണ്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം, സ്വർണ്ണമടക്കം തീയിലിട്ട് ഊതിക്കാച്ചിയാലേ അതിന്റെ തിളക്കം കിട്ടുള്ളൂ. ഇതുപോലെ ഇവിടുത്തെ ഭക്തരുടെ മനസ്സിലുണ്ടാകുന്ന അഗ്നിയിൽ കേരളത്തെ ഊതിക്കാച്ചിയെടുക്കുന്നത് മറ്റൊരു കേരളത്തിന്റെ സൃഷ്ടിയായിരിക്കും. ബന്ധപ്പെട്ടവർ മനസ്സിലാക്കാൻ വൈകിപ്പോയാൽ, കാരണം ഈ ഉള്ളിലുള്ള അഗ്നി അത് എന്ന് മടക്കി വെക്കാമെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ ഒരു മാറ്റമായിരിക്കും. മാറ്റത്തിന് വിപ്ലവം എന്ന വാക്ക് കൊടുക്കാമെങ്കിൽ ഒരു വിപ്ലവമായിരിക്കും. അമ്മ നടത്തിയതൊരു വിപ്ലവമാണ്. വിപ്ലവം കമ്മ്യൂണിസ്റ്റുകാർക്ക് അവകാശപ്പെട്ടതല്ല, അമ്മ നടത്തിയതൊരു വിപ്ലവമാണ്. ഒരു നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ ആചാര്യന്മാർ തുടങ്ങി വെച്ച വിപ്ലവത്തെ പൂർണ്ണതയിൽ എത്തിച്ചത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പോലും ക്ഷേത്രത്തിന്റെ ഓഫീസിൽ നിന്ന് മേശ വലിച്ചിട്ടിട്ട് ക്ഷേത്രപ്പറമ്പിൽ കയറി നിന്ന് പാപികളെ എന്ന് നീട്ടി വിളിച്ചിരുന്ന കാലമുണ്ട്. ഉത്സവപ്പറമ്പില് ക്ഷേത്ര ഉത്സവത്തിന് ഭക്തരെ നോക്കിയിട്ട് പാപികളെ എന്ന് നീട്ടി വിളിച്ചിരുന്ന കാലമുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയ മാറ്റം അമ്മ ഇന്ന് വിളിക്കുന്നത് പാപികളെ എന്നല്ല, എന്റെ സ്വന്തം മക്കളെ എന്നാണ്. അമരത്വത്തിന്റെ സന്താനങ്ങളെ എന്നാണ്. എന്റെ സ്വന്തം മക്കളെ ഈശ്വരീയമായ അമ്മയുടെ മക്കളാകാൻ, ആ കരവലയത്തിൽ ഒതുങ്ങാൻ ഞങ്ങൾ പാപികളല്ല, ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ അവശരല്ല, ആലംബഹീനരല്ല. ഞങ്ങൾക്കിതെല്ലാം ആ കരവലയത്തിനുള്ളിലുണ്ട്. ഇത് തന്ന ആത്മവിശ്വാസം ചെറുതല്ല. അവിടേക്കാണ് നമ്മൾ പോയത്. ഒന്നുമല്ലാതെ തള്ളിക്കളഞ്ഞിരുന്ന പാപികളായി മാറ്റിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അമ്മയുടെ കരവലയത്തിലേക്ക് എത്തിയതിനെ വിപ്ലവം എന്ന് വിളിക്കാമെങ്കിൽ ആ വിപ്ലവം അമ്മ ഉണ്ടാക്കിയത് പലരുടെയും കണ്ണിലെ കരടായിട്ടുണ്ട്. കാരണം ഇവരെയൊക്കെ ഇരയാക്കിക്കൊണ്ട് വളരാമെന്നും പലതും വളർത്താമെന്നും സ്വപ്നം കണ്ടവർക്കുള്ള തിരിച്ചടിയാണ് അമ്മയുടെ. എവിടെയാ മഠത്തിന് തെറ്റിയത്? എവിടെയാ അമ്മയ്ക്ക് തെറ്റിയത്? തെറ്റിയെന്ന് നമ്മൾ പറയുന്നു. സത്യം പറയുന്നവരല്ലേ നമ്മള്? എവിടെയാ തെറ്റിയത്? അമ്മയ്ക്ക് തെറ്റി, മഠത്തിന് തെറ്റി. തെറ്റിയത് എവിടെയാണെന്നറിയാമോ? സുധാമണി എന്ന പാവം പെൺകുട്ടി, അധസ്ഥിത വിഭാഗത്തിൽ ജനിച്ച പാവം പെൺകുട്ടി, പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന പാവം പെൺകുട്ടി ലോകം ആരാധിക്കുന്ന ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയായി വളർന്നതല്ല തെറ്റ്. അതിലാർക്കും ആക്ഷേപമില്ല, അതിലല്ല തെറ്റ്. മഠം സ്വത്ത് സമ്പാദിച്ചതിനും അല്ല തെറ്റ്. പകരം ചെയ്യാൻ പാടില്ലാത്ത ചിലത് ചെയ്തു. സ്കൂൾ ഉണ്ടാക്കാൻ പോയി, കോളേജ് ഉണ്ടാക്കാൻ പോയി, മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ പോയി, ആശുപത്രി ഉണ്ടാക്കാൻ പോയി. പാടുമോ ഇതൊക്കെ? ഏതെങ്കിലും ഹിന്ദു സമുദായത്തിൽ പെട്ട ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പാടുമോ? ഇതൊക്കെ ഇല്ലാതാക്കാൻ ഭരണകൂടത്തെ അടക്കം സ്വാധീനിച്ച് എന്തൊക്കെ ചെയ്യുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മറ്റു കോളേജുകള്, സ്കൂളുകള്, അനാഥാലയങ്ങള് സഹിക്കുമോ? ഇതിന്റെയൊക്കെ കുത്തകേറ്റെടുത്തുള്ളവർക്ക് അവിടെ ഗൂഢാലോചന ചെറുതല്ല.
ഇന്നോ ഇന്നലെയോ അല്ല. ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുമ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മതേതര മാതാജിയായി വാഴ്ത്തുമായിരുന്നു. സ്കൂളുകൾ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, കോളേജുകൾ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ആശുപത്രികൾ തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ പ്രബോധനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ, സാധാരണക്കാരന് കേൾക്കണമെന്നൊന്നും മനസ്സിലാവണ്ട. ഉപനിഷത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, വേദാന്തത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കുണ്ടലിനി ശക്തി ഇവിടുന്നെടുത്ത് അവിടെ കൊണ്ടുപോകണം, മറ്റൊരിടത്ത് അവിടെ എല്ലാവരും ഇരിക്കും. ഞാനും നിങ്ങളും ഇരിക്കും പൊട്ടന്മാരെ പോലെ മുമ്പിൽ. കാരണം നമുക്കൊരു നാമം ചെല്ലാൻ അറിയാത്തവരാ. സാധാരണ നാമം ചെല്ലാൻ അറിയാത്തവരെ പരിഭ്രമിപ്പിക്കുന്ന കുറെ വാക്കുകളൊക്കെ പറഞ്ഞ് ഇരിക്കണം. ചോദിക്കും പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരായിരുന്നു. പ്രസംഗം അടിപൊളിയായിരുന്നു. എന്തേ പറഞ്ഞ് അതിക്കറിയുന്നു, എന്തേ പറഞ്ഞ് അതെനിക്കറിയാം. വലിയ വലിയ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നല്ല പാണ്ഡിത്യമുള്ളതാണ്, നല്ല പാണ്ഡിത്യമുള്ള ആളെ. കാരണം പറഞ്ഞ എന്റെ 1% കൂടി എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നല്ല പാണ്ഡിത്യമുള്ള ആളാണ്, ഗംഭീരായിട്ടുണ്ട്. ഗീതയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റേൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും നമ്മൾ വായിക്കാൻ പോകണ്ടല്ലോ, നമുക്കൊണ്ട് അറിയൂല. എന്തെങ്കിലും ഒരു അക്ഷരം അറിയണമെന്നോടെ പറഞ്ഞാലും തെറ്റില്ല. അമ്മ അറിയാത്ത ഭാഷയിൽ സംസാരിച്ചില്ല, അറിയാത്ത ഭാഷയിൽ സംസാരിച്ചില്ല, സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിച്ചു. അവന്റെ വിഷമങ്ങൾ കേൾക്കാൻ കാതുണ്ടായി അമ്മയ്ക്ക്. അത് മനസ്സിൽ വെച്ചു, ആശ്വസിപ്പിച്ചു. സാധാരണക്കാരന്റെ വിഷയങ്ങൾ അറിഞ്ഞു, വിഷമങ്ങൾ അറിഞ്ഞു. അത് കേൾക്കാനുള്ള മനസ്സ്, ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് സാധാരണക്കാരന്റെ ഭാഷയിൽ സാധാരണക്കാരനോട് സംവദിച്ചു. ചെയ്യാമോ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ കാര്യം പറയാൻ പാടില്ല. മനുഷ്യന് മനസ്സിലാവാതെ വളർത്തി കെട്ടി വികലമാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതേതര മാതാജിയായി എഴുന്നള്ളിക്കുമായിരുന്നു. നമ്മളെല്ലാവരും അതിന്റെ വെപ്രാളത്തിലാണ്. മതേതരം എന്നൊരു ബിരുദം ചാർത്തി കിട്ടിയില്ലെങ്കിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചാൽ അതോടുകൂടി അവന്റെ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് മതേതരനാകാം, ഹൈടെക് ആകാം, മുകളിൽ നടക്കാം, ഭൂമിയിലേക്ക് വരണ്ട. ഭൂമിയിൽ സാധാരണക്കാരന്റെ കൈ കൊടുക്കരുത്. കാരണം അവൻ മറ്റുള്ളവരുടെ ഇടയായി നിൽക്കണം. അവൻ എന്നും മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമക്കാൻ നിൽക്കണം. അങ്ങനെയല്ലാത്ത ജനലക്ഷങ്ങളെ അമ്മ സൃഷ്ടിച്ചു. മറ്റുള്ളവരുടെ വിഴുപ്പ് ചുമക്കാൻ നിൽക്കാതെ, മറ്റുള്ളവരുടെ മുന്നിൽ അടിമയായി നിൽക്കാതെ, ആരാധന സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അവന് ആവേശം കൊടുത്തുകൊണ്ട്, അവന് എല്ലാ വിധത്തിലും ആശ്വാസം കൊടുത്തുകൊണ്ട് അമ്മ കരവലയത്തിനുള്ളിലാക്കിയപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തവർ തുടങ്ങി വെച്ച കുതന്ത്രങ്ങളുടെ ഞാൻ പോലെ അവസാനത്തെ അധ്യായമായിരിക്കണം ട്രേഡ് വെല്ല. ഇതോടുകൂടി കച്ചവടം കൂട്ടണം, അല്ലെങ്കിൽ കൂട്ടിക്കും. നല്ല കച്ചവടമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കച്ചവടത്തോടുകൂടി അവസാനിപ്പിച്ചുകൊണ്ട് ഇനി ഒരു ട്രേഡ് വെല്ലും. ഇത്തരത്തിൽ ഇറങ്ങി കോപ്പ് കൂട്ടി വരാനുള്ള ഒരു സാഹചര്യം അമ്മയുടെ ഭക്തർ ഉണ്ടാക്കില്ല എന്ന് തീരുമാനിക്കാൻ, ആ തീരുമാനത്തോടൊപ്പം കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഉണ്ട് എന്ന് ഉറപ്പ് നൽകാൻ, അതിനുകൂടിയാണ് ഞാനടക്കമുള്ള ഹൈന്ദവ സംഘടനാ നേതൃത്വമൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അമ്മയുടെ ഭക്തർ ഒറ്റയ്ക്കല്ല, കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ഇതിന് പിന്നിലുണ്ട് എന്ന് ഉറപ്പ് നൽകാനാണ്. കാരണം ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സഹിച്ചും മടുത്തും ക്ഷമിച്ചൊക്കെ ഒരു തലമുറയ്ക്ക് മടുത്തുപോയി. ഒരുപാട് സഹിച്ചു, ഒരുപാട് ക്ഷമിച്ചു. പക്ഷെ ഇനിയും സഹിച്ചാൽ, ഇനിയും ക്ഷമിച്ചാൽ ഇതൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഭക്തരുടെ ദൗർബല്യമായി കണക്കിലെടുക്കാം. അവരിത്രയേ ഉള്ളൂ, അവരെ കൊണ്ട് ഇത്രയേ പറ്റൂ. എന്തൊക്കെ സഹിച്ചു നമ്മൾ. അമ്മയ്ക്ക് മുന്നിലേക്ക് ആക്രമണ ത്വരയോട് കൂടിയിട്ട്, ഒരുപക്ഷെ വധിക്കാനുള്ള താല്പര്യത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി പാഞ്ഞെടുത്തപ്പോൾ അവൻ എന്തിനു വന്നു എന്നല്ല കേരളം ചർച്ച ചെയ്തത്. ബീഹാർ സ്വദേശിയായ സത്രം സിംഗ് എന്ന ബ്രാഹ്മണ യുവാവ് അമ്മയുടെ വേദിയിലേക്ക് ഓടിക്കയറിയപ്പോൾ അവൻ എന്തിനു വന്നു, അവിടെ എങ്ങനെ എത്തി, കേരളം ചിന്തിച്ചില്ല. ഒരു ബ്രാഹ്മണ യുവാവായി ജനിക്കുകയും വളരുകയും ചെയ്ത സത്രം സിംഗ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ മുന്നിലെത്തിയപ്പോൾ എങ്ങനെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നുള്ള അറബ് വചനങ്ങൾ, ഖുർആൻ വചനങ്ങൾ എങ്ങനെ ആക്രോശിച്ചു ലോകം ചർച്ച ചെയ്തില്ല. ഒരു ബ്രാഹ്മണനായി ജനിച്ച് സ്വന്തം കർമ്മങ്ങൾ ചെയ്ത് വളരുന്ന സത്രം സിംഗിന്റെ വായിൽ ആര്, എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന വചനങ്ങൾ തിരികെ കയറ്റി എന്ന് കേരളം ചിന്തിച്ചില്ല. പകരം നമ്മൾ ഇപ്പോഴും പാടുന്നു, മനോരോഗിയായ ഒരു യുവതിയെ യുവാവിനെ കൊന്നു, മനോരോഗിയായ ഒരു യുവാവിനെ കൊന്നു. ആർക്കായിരുന്നു സത്രം സിംഗ് മരിക്കേണ്ട ആവശ്യം? സത്രം സിംഗിനെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ പലതും പുറത്തു വരുമായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിച്ചു. സത്രം സിംഗിനെ പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ നമ്മൾ പലതും ആഗ്രഹിച്ചു. പല സത്യങ്ങളും പുറത്തു വരും. സത്രം സിംഗിന്റെ പിന്നിലുള്ളത് ആര്? സത്രം സിംഗിന്റെ വായിൽ എങ്ങനെ ഈ അറബ് വചനങ്ങൾ കയറിക്കൂടി? സത്രം സിംഗ് അറബി പഠിച്ചിട്ടല്ലല്ലോ ബീഹാറിൽ പോകുന്നത്. ഒരു ബ്രാഹ്മണനായി അദ്ദേഹം എവിടെ വെച്ച് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം പഠിച്ചു? അദ്ദേഹത്തിന്റെ വായിലേക്ക് ആര് തിരികെ കയറ്റി? അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരപ്പെട്ട നമ്മൾ കാണുന്ന അദ്ദേഹത്തിന്റെ ശവമാണ്. അദ്ദേഹം മരിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? ചോദ്യം ചെയ്യലിലൂടെ
ചിന്തിക്കുക, ഈ നാട് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? ആരാധ്യനായ ഗുജറാത്ത് മുഖ്യമന്ത്രി, നാളത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മോഡിജിയെ വധിക്കാൻ ഇസ്രത്ത് ജഹാൻ അടക്കമുള്ള തീവ്രവാദി സംഘങ്ങൾ ചെന്നപ്പോൾ എന്തിന് ചെന്നു എന്നല്ല, അദ്ദേഹത്തെ കൊന്നിരുന്നെങ്കിൽ ആശ്വാസമായിരുന്നവർ പറയുന്നു അവർ നിരപരാധികളാണ്, അവരെ ഇല്ലാത്ത ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയതാണ്, അവർ നിരപരാധികളായിരുന്നു, അവർക്ക് വേണ്ടി പുരാണം. ഇവിടെ ഹിന്ദുവിന്റെ മാനബിന്ദുക്കളോ ഹിന്ദുവിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന ആരെയോ വധിക്കാൻ ചെല്ലുന്നവനെയൊക്കെ തന്നെ വലുതാക്കി ദൈവതുല്യമാക്കി വളർത്തുന്നു. പക്ഷെ ദൈവതുല്യമായവരെ നിലത്തിട്ട് ചവിട്ടി തേക്കുകയും ചെയ്യണം. ഈ രൂപത്തില് ഇതിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങളിൽ ചിലത്, എല്ലാവരെയും നമ്മൾ പറയുന്നില്ല, ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എഴുത്തുകാരും എല്ലാം ഒത്താശ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ നിൽക്കുന്ന എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും സങ്കല്പ ലോകമല്ല ഈ ഉലകം എന്ന് ഏറെക്കുറെ ഭക്തർ മനസ്സിലാക്കിയപ്പോഴാണ് ചില പെരുമാറ്റങ്ങളിൽ നമ്മളും കുറച്ച് അല്പം മുന്നോട്ട് പോയേ മതിയാകുള്ളൂ. കാരണം സർവ്വ നിയന്ത്രണങ്ങളും തെറ്റിച്ചുകൊണ്ടുള്ള കടന്നാക്രമണമാണ്. അമ്മയ്ക്ക് എന്തായിരുന്നു 700 കോടി സ്വിസ് ബാങ്കിൽ 700 കോടി ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. ഞാൻ വിചാരിച്ചു ദൈവമേ അമ്മ ഒന്ന് അംഗീകരിക്കണമെന്ന്. ഉണ്ടാന്നൊന്ന് പറയും, കാരണം ഇത് എഴുതിയതല്ലേ, ബാക്കിയൊക്കെ നിഷേധിച്ചാലും അമ്മ പറയും എനിക്ക് സ്വിസ് ബാങ്കിൽ 700 കോടി ഡിപ്പോസിറ്റ് ഉണ്ട്. അത് കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അപ്പതേ അമ്മ എന്നെ നിരാശപ്പെടുത്തി. അമ്മ പറയുന്ന മക്കളെ അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭാരതത്തിന്റെ മൊത്തം ദാരിദ്ര്യം മാറ്റുമായിരുന്നില്ലേ, എത്രയും കാശുണ്ടേ അതിന്റെ പകുതി കാശുണ്ടേ ഞാൻ ദാരിദ്ര്യം മാറ്റുമായിരുന്നില്ലേ എന്ന നിലയ്ക്ക് എനിക്ക് നിരാശയായിപ്പോയി. ഞാൻ വിചാരിച്ചു ഉണ്ടാകണം. അത് എന്റെ മാത്രം ആഗ്രഹമല്ല, എന്റെ മാത്രം ആഗ്രഹമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ ആഗ്രഹമാണ്. എന്തുകൊണ്ട്? ശബരിമലയിലും ഗുരുവായൂരും ഏറ്റുമാനൂരും വൈക്കത്തും കാടാമ്പുഴയിലും വീഴുന്ന കോടികൾ അതെങ്ങോട്ട് പോകുന്നു എന്നറിയാമോ? അതിന്റെ നയാ പൈസ ഉപയോഗിക്കാതെ ഭാഗ്യമില്ലാത്ത ഹൈന്ദവ ജനതയുടെ സ്വപ്നമാണ് അത് അമ്മയുടെ കയ്യിൽ കിട്ടട്ടെ. ജാതിക്കും മതത്തിനും അതീതമായി അർഹിക്കുന്ന കൈകളിലേക്ക് അത് എത്തുമല്ലോ. അതുകൊണ്ട് ഇരിക്കട്ടെ 700 കോടി കേരളത്തിൽ വീഴുന്ന പോലെ അല്ലല്ലോ. ശബരിമലയിലെ വരുമാനങ്ങൾ 100 കോടി, 110 കോടി, 120 കോടി, 200 കോടി. ആർക്കെന്ത് കാര്യം? ഈ വരവ് മാത്രമേ കാണുള്ളൂ. നയാ പൈസയുടെ ചെലവ് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ടോ ശബരിമലയുടെ ചെലവ് എന്താന്ന്? എന്റെ അതിന് വഴിയില്ലാണ്ടാണോ? ശരി, വരവ് സമം ചെലവില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു. വരവ് സമം ചെലവിലാണ്, വേണ്ട. വരവ് കുറവ് ചെലവ് കൂടുതലാണ് പറഞ്ഞോട്ടെ. നമ്മൾ തെണ്ടി തിരിച്ചിട്ടെങ്കിലും ആ ചെലവാക്കി നഷ്ടം നികത്തി കൊടുക്കാം. പക്ഷെ എന്റെ കണക്ക് പറയുന്നില്ല. അത് ഏതിലേക്കോ പോകുന്നു. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ മലതവട്ടിയുടെ അയ്യപ്പ ഭക്തൻ ജീവിതത്തിന്റെ സായന്തനത്തിൽ വായു എടുത്തു കിടക്കുമ്പോ 10 രൂപയ്ക്ക് വായു ഗുളിക വാങ്ങിച്ചു കൊടുക്കാൻ ഇതുവരെ കാശ് പ്രയോജനപ്പെട്ടിട്ടില്ല എങ്കിൽ അമ്മയുടെ പൈസ ആവശ്യക്കാരുടെ കയ്യിൽ കിട്ടുന്നു. നമുക്ക് എന്താ അതിന് കുഴപ്പമുള്ളത്? വേദനിക്കുന്നവന്റെ, വിഷമിക്കുന്നവന്റെ, വിശക്കുന്നവന്റെ കയ്യിൽ ആ പണം എത്തുന്നു. പിന്നെ നേരത്തെ എടപ്പാൾ ആശ്രമത്തിൽ നിന്നാണ് വരുന്നത്, മറ്റേ കുറ്റിപ്പാല ആശ്രമത്തിൽ നിന്ന്. കുറ്റിപ്പാലയിൽ ആദ്യം എന്ന അനുഭവം ഞാനവിടെ പറഞ്ഞു. ഞാനൊന്ന് അമ്പലത്തിൽ പോയി, ഞാൻ ആശ്രമത്തിൽ അല്ലയോ ചെന്നത് എന്നുള്ളത്. കാരണം പർദ്ദയിട്ട 5-6 സ്ത്രീകള്, കുട്ടികള് ഒക്കെ അവരെങ്ങനെ ചുറ്റിയും പറ്റി നിൽക്കും. ഞാൻ ചുറ്റിക്കെന്താ സംഗതിയെന്ന് പെൻഷൻ വാങ്ങാനാണ്. പെൻഷൻ വിതരണത്തിന് അമ്മ ജാതിക്കും മതത്തിനും അതീതമായി അർഹിക്കുന്നവന്റെ കൈകളിലേക്ക് അത് എത്തിക്കുന്നു. ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നുണ്ടോ? അർഹിക്കുന്ന കൈകളിൽ എത്തിക്കാൻ? അവിടെ മതമാണ് നോക്കുന്നത്. കണ്ടില്ലേ, യഥാർത്ഥത്തിൽ മടങ്ങി വന്നവർക്ക് സർക്കാർ പണ്ട് വായ്പ കൊടുക്കാൻ പോണു 10 ലക്ഷം രൂപ. 1 ലക്ഷമൊന്നല്ല. സൗദി അറേബ്യയിൽ ജോലി നഷ്ടപ്പെട്ട് ഒരു ഗതിയും പരഗതി ഇല്ലാതെ മടങ്ങി വന്നവർക്ക് 10 ലക്ഷം രൂപ കേരള സർക്കാർ വായ്പ കൊടുക്കുന്നത് വെറും 3% പലിശയല്ലേ. ഇനി ഒരു ബിസിനസ്സും അറിയില്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ മതി. 8% പലിശ നാഷണലൈസ്ഡ് ബാങ്ക് തരുമല്ലോ. 5% കൊണ്ട് ജീവിക്കാം, 3% സർക്കാരിന് കൊടുക്കാം, 5% കൊണ്ട് ജീവിക്കാം. ഒരു കുഴപ്പമില്ല, റേഷൻ വാങ്ങി ജീവിക്കാം. അപ്പൊ 10 ലക്ഷം രൂപ 3% പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ മണ്ടിച്ചൊന്ന് അപേക്ഷിക്കല്ലേ, ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. www.ksfdc.com അപേക്ഷിച്ചാൽ കിട്ടും, സംഗതി കിട്ടും. പക്ഷെ മണ്ടി ചെല്ലല്ലേ, കാരണം ചില രേഖകൾ വേണം. സൗദി അറേബ്യയിൽ നിങ്ങളെ മടക്കിയയച്ച പാസ്പോർട്ട് പോരാ, ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള മറ്റേതെങ്കിലും ID പോരാ. നിങ്ങൾ ഇന്ന വില്ലേജിൽ താമസിക്കുന്നു എന്നുള്ളതിന് അവിടുത്തെ റെസിഡൻഷ്യൽ മറ്റേ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോരാ. വേറെ ചില രേഖയാ സർക്കാർ ചോദിക്കുന്നത്. നിങ്ങൾ ഹിന്ദുവല്ല എന്ന് തെളിയിക്കുന്ന രേഖ. കാരണം 48% മലയാളിക്ക് ഈ ലോണ് കിട്ടും. മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ ജൂതനോ ആരുമായിക്കൊള്ളട്ടെ,
52% വരുന്ന ഹിന്ദുവിനൊഴികെ 48% വരുന്ന അഹിന്ദുക്കൾക്കും ഈ ലോണ് കിട്ടും. ഈ ലോണ് മാത്രമല്ല, നിങ്ങൾക്ക് അഥവാ വിദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹത്തിൽ 5 ലക്ഷം രൂപയുണ്ട്, 3% പലിശയ്ക്ക്. നിങ്ങളുടെ വിമാനയാത്രാക്കൂലിയും വിസ ചെലവും അടക്കം 5 ലക്ഷം രൂപ. അതും ഹിന്ദുവാകരുത്. അവിടെയാണ് മതം നോക്കാതെ പട്ടിണി മാത്രം നോക്കിക്കൊണ്ട്, ദാരിദ്ര്യം മാത്രം നോക്കിക്കൊണ്ട് അമ്മ അർപ്പിക്കുന്ന കരങ്ങളിലേക്ക് അത് എത്തിക്കേണ്ട സഹിച്ചുവോ? എത്ര ബുദ്ധിമുട്ടിയിട്ടാ ഭരണം കൂടെ ഇങ്ങനെ വേർതിരിച്ച് മതേതരത്വത്തിന്റെ പേരിൽ മതങ്ങളെ പല കമ്പാർട്ട്മെന്റുകളിലേക്ക് തട്ടുന്നത്, പല പല കോണുകളിലേക്ക് മാറ്റുന്നത്. അവിടെയാണ് ഒരമ്മ മതത്തിന് അതീതമായി എല്ലാ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. അമ്മ ഒരു കൈ കൊണ്ട് വാങ്ങുന്നു, മറു കൈ കൊണ്ട് കൊടുക്കുന്നു. അമ്മയ്ക്കെതിരെ ഗർജിച്ച പിണറായി വിജയനോട്, ആക്രോശിച്ച പിണറായി വിജയനോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, അമ്മ ചെയ്തത് കമ്മ്യൂണിസം അല്ലേ? ഉള്ളവൻ കൊടുക്കുന്നത് വാങ്ങിയിട്ട് ഇല്ലാത്തവന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന അമ്മ ചെയ്തത് കമ്മ്യൂണിസം അല്ലേ? അമ്മ ഒരു കാര്യമേ ചെയ്യാതിരുന്നത്, കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചു പറിക്കാൻ പറഞ്ഞു. അമ്മ പിടിച്ചു പറിച്ചില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഉള്ളവന്റെ പിടിച്ചു പറിക്കാൻ പറഞ്ഞു സമത്വം ഉണ്ടാക്കാൻ. അമ്മ പിടിച്ചു പറിച്ചില്ല. ഉള്ളവൻ കൃഷ്ണൻ കുചേലന് കൊടുത്തതുപോലെ ഉള്ളവൻ സ്വമനസാലെ കൊടുത്ത കാര്യങ്ങൾ ഇല്ലാത്തവന്റെ കൈകളിൽ എത്തിച്ചത് അമ്മ ചെയ്ത തെറ്റാണ്. അത് കമ്മ്യൂണിസം അല്ലേ? ചിന്തിക്കാം നമ്മള്. ഇനി ആരെങ്കിലും എന്തെങ്കിലും എഴുതിപ്പോയാൽ പിണറായി വിജയൻ എന്ത് ചെയ്യും? അത് അന്വേഷിക്കണ്ടേ? കുറ്റം കേസ് ചാർജ് ചെയ്യണ്ടേ? അതിനെപ്പറ്റി ശരിയാണല്ലോ. പക്ഷേ പിണറായി വിജയന്റെ വായനാശീലം വളരെ കുറവാണോ? ഈ ട്രേഡ് വെല്ലിന്റെ പുസ്തകം മാത്രമേ വായിച്ചുള്ളൂ. ദീർഘകാലം കന്യാസ്ത്രീയായിരുന്ന തിരുവസ്ത്രം ഉപേക്ഷിച്ച സിസ്റ്റർ ജസ്മിൻ, തൃശൂർ ജില്ലക്കാരിയായ സിസ്റ്റർ ജസ്മിൻ, കന്യാസ്ത്രീ ആയിരിക്കുമ്പോഴുള്ള അവരുടെ അനുഭവങ്ങൾ ആമേൻ എന്നൊരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ എന്ന പേരിലൊരു പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ വായിച്ചോ? അന്വേഷിക്കണമെന്ന് പറഞ്ഞോ? അതിനുള്ളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. എന്തേ പറയാഞ്ഞത്? താമരശ്ശേരി അടക്കമുള്ള ബിഷപ്പുമാരുടെ മുന്നിൽ പോയി കുമ്പസരിക്കുമ്പോൾ, കുർബാന കൈക്കൊള്ളുമ്പോൾ ആമേൻ എന്ന ഗ്രന്ഥം കാണാൻ പറ്റുമോ? അല്ല, വോട്ടാണ് വരുന്നത്. വോട്ടും നോട്ടും അത് കിട്ടുമെങ്കിൽ എവിടെയും കമന്നു വീഴും. അപ്പൊ ആമേൻ എന്ന പുസ്തകം കണ്ടില്ല, കഴിഞ്ഞില്ല. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട 974 അനധികൃത അസ്വാഭാവിക മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിൻസെന്റ് എം പോൾ എന്ന പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത്. എവിടെ പോയി അന്വേഷണം? ആ അന്വേഷണം ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് മർമ്മത്തിലേക്ക് കിടക്കുമ്പോൾ പിണറായി വിജയൻ തന്നെ മുരിങ്ങൂർ സന്ദർശിച്ചു. പിണറായി വിജയൻ മുരിങ്ങൂർ സന്ദർശിച്ചു. അവിടെ അവർ ചെയ്യുന്ന സേവനങ്ങളെ വാഴ്ത്തി പാടിക്കൊണ്ട് പത്രസമ്മേളനം നടത്തി. രോഗം വരെ ചികിത്സിച്ചു മാറ്റുന്നുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മുരിങ്ങൂര് പോയി വോട്ട് കിട്ടുമെങ്കിൽ എവിടെ പോയാലെന്താ? മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതോടുകൂടി 2 മുന്നണികൾ കൂടി അന്വേഷണം അട്ടിമറിച്ച് കൈ കൊടുത്തു. ആ അന്വേഷണം ചില നൂലാമാലകൾ തൂങ്ങിയ പോയത്, ചെറിയ ചില നൂലാമാലകൾ, ചില സാങ്കേതികത പറഞ്ഞ് അവിടെ അസ്വാഭാവിക മരണം നടന്നില്ല എന്ന് പറഞ്ഞില്ല, അസ്വാഭാവികതകൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ രക്ഷിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ചെറിയൊരു നൂൽപ്പാലത്തുമ്പോൾ അവരെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ പിണറായി വിജയൻ മുരിങ്ങൂര് പോയി. ആ പിണറായി വിജയനാണ് അമ്മയ്ക്കെതിരെ ആക്രോശിക്കുന്നത്. ആ പിണറായി വിജയനാണ് മഠത്തിനെതിരെ ആക്രോശിക്കുന്നത്. ആമേൻ എന്ന പുസ്തകം കണ്ടില്ല, മുരിങ്ങൂര് നടക്കുന്നത് കണ്ടില്ല, അതിലൊന്നും ഒരു ആക്ഷേപവുമില്ല. അനധികൃത സ്വത്തിനെ പറ്റി പറയുന്ന ഇന്ത്യ വിഷൻ, റിപ്പോർട്ടർ, മീഡിയ വൺ, പിണറായി വിജയൻ അടക്കമുള്ളവർ എന്റെ എല്ലാ മേഖലകളിലും അന്വേഷണം നടത്താത്തത്? കൃത്യമായി കണക്കിനെ ബോധിപ്പിക്കുന്ന മതോന്നത മതത്തിനെതിരെ മാത്രം സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കുമ്പോൾ ഈ കേരളത്തിൽ ഒഴുകുന്ന കള്ളപ്പണം, കള്ളക്കടത്ത്, കള്ളനോട്ട്, കള്ളസ്വർണം നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി അല്ലേ ഒഴുകുന്നത്, എത്തുന്നത്? ചിന്തിക്കുക. കൃഷി തകർന്ന കേരളത്തിൽ, വാണിജ്യം വ്യവസായമില്ലാത്ത കേരളത്തിൽ എങ്ങനെ ഇത്രയധികം കോടികളുടെ ഭൂമിയുടെയും മറ്റു പേരിൽ മുടങ്ങുന്നു? ഓരോ ഇഞ്ച് ഭൂമിക്കും കോടികൾ വില പറഞ്ഞുകൊണ്ട് ഭൂമാഫിയകൾ സ്വന്തമാക്കുമ്പോൾ വരുന്ന പണം എവിടെ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 50 രൂപ റേഷൻ കാർഡിൽ വരുമാനം എഴുതുമ്പോഴും ഓടിയ BMW കാറിൽ പോയിക്കൊണ്ട് റേഷൻ കടയ്ക്ക് മുന്നിലൂടെ മറ്റുള്ളവരെ പല്ലടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പണം എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ചോദിച്ചിട്ടുണ്ടോ? ഇന്ത്യ വിഷൻ, മീഡിയ വന്നും, റിപ്പോർട്ടറും അടക്കം ചാനലുകളും പത്രങ്ങളുമായിട്ട് ഇവിടെ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ നിന്നാണ് അന്വേഷിച്ചോ?
ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധിയായ ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് കുറ്റാരോപണങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്താണ് ഒരു പത്രം നടത്തിക്കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. കള്ളപ്പണം ഇല്ലാത്തതുകൊണ്ട്, കള്ളക്കടത്തില്ലാത്തതുകൊണ്ട്, കള്ളനോട്ടില്ലാത്തതുകൊണ്ട് ഒരു മാധ്യമം നടത്തിക്കൊണ്ടുപോകാനുള്ള പാട് ഞങ്ങൾക്കറിയാം. ഒരു പത്രം നടത്തിക്കൊണ്ടുപോകുന്നത് കോഴിക്കോട്ടെ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ഹൈന്ദവ സംഘടനകൾ അതിലനുഭവിക്കുന്ന പാട് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. കണ്ണതിന്റെ തുറക്കുന്ന നേരത്തിൽ മാധ്യമമടക്കമുള്ള പത്രങ്ങൾക്ക് 5-8 എഡിഷനുകൾ ഇടിവെട്ടിയാൽ കൂട് മുളയ്ക്കുന്നത് പോലെ മുളയ്ക്കുമ്പോൾ പണം എവിടെ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ഫണ്ട് ആരന്വേഷിച്ചു? കേരള ഗവൺമെന്റ് വരെ കൊടുത്ത സത്യവാങ്മൂലം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല, വർഗീയതയും വിഭജനവും വിഘടനവാദവും തീവ്രവാദവും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അവർ ഈ ഒഴുക്കുന്ന കോടികളുടെ കണക്ക് നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? അന്വേഷിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? സത്യത്തിന്റെ മുഖം വികൃതമാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ആ വികൃതമായ മുഖം ചിലപ്പോൾ പുറത്ത് കാണിച്ചേ മതിയാവുകയുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുടെ കുൽസിതമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാൻ CPIM-ന് ബാധ്യതയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണെന്ന് അവരുടെ ആചാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സനാതന ധർമ്മമോ അത് നിലനിൽക്കുന്ന ഈ രാഷ്ട്രമോ നിലനിൽക്കുന്നത് കാണാൻ ആഗ്രഹമില്ല. വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് കീഴിൽ വരുന്നവരല്ല. ഇതറിഞ്ഞിട്ടും അവരോടൊപ്പം നിൽക്കാൻ, അവർ കൊത്താശ പാടാൻ എങ്ങനെ സാധിച്ചു പിണറായി വിജയനെ പോലുള്ളവരെ സ്വന്തം അണികളെ മറന്നുകൊണ്ട്? കാരണം ഹിന്ദുത്വമല്ലേ, അതിനിതൊക്കെ മതി. ചിന്തിക്കുക നമ്മള്. പാർട്ടി പ്രീണത്തിന്റെ തീരുമാനം ഞാൻ നിങ്ങൾ അനുസരിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടി വരികയാണ്. പാർട്ടി പ്രീണത്തിൽ ഗൗരവമായ പലതും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുടെ വിഷയം പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പ്രീണം ചർച്ച ചെയ്തു. കേരളത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. കള്ളക്കടത്തുണ്ട്, കള്ളനോട്ടുണ്ട്, കള്ളപ്പണമുണ്ട്, സ്ത്രീപീഡനമുണ്ട്, ബാലപീഡനമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതെല്ലാം പരിഹരിക്കണം. പാർട്ടി പരിഹരിക്കണമെങ്കിൽ ആദ്യം എന്തുകൊണ്ട് കാരണം കണ്ടെത്തണം. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകണം എന്നുള്ള കാരണം കണ്ടെത്തണം. CPM കണ്ടെത്തി. കേരളത്തിലെ ഈ വിഷയങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ ഹിന്ദുക്കൾ ഗണപതി ഹോമം നടത്തുന്നതാണ്. അതുകൊണ്ട് മേലെ ഗണപതി ഹോമം നടത്തണ്ട. ഇപ്പൊ മനസ്സിലായി അമ്മയ്ക്കെതിരെ ആക്രോശിക്കാനുള്ള കാരണം എന്താണ്? മേലെ ഗണപതി ഹോമം നടത്തണ്ട, കുട്ടികൾക്ക് വിളക്ക് വെച്ച് ചോറ് കൊടുക്കണ്ട, കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തണ്ട, ഇങ്ങനെയുള്ള ഒരുപാട് തിട്ടൂരങ്ങളാണ് കൊടുത്തത്. അതേസമയം ഇതിനോടൊക്കെ ഒന്ന് ചേർത്ത് വായിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും MLA-യും MP-യും ഒക്കെയായ സഖാവ് AK ബാലൻ കേരള നിയമസഭയിൽ ഒരു ദിവസം ഒരു തകർപ്പൻ പ്രസംഗം നടത്തി. 1 മാസമായിട്ടേയുള്ളൂ. തന്റെ ചൈന സന്ദർശനത്തെ പറ്റിയാണ് പറഞ്ഞത്. ആ ചൈന സന്ദർശനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ സന്ദർശനത്തിന്റെ കൂടെ കേരളത്തിലെ പല നേതാക്കളും ഉണ്ടായിരുന്നു. അതിൽ അക്കൂട്ടത്തിൽ ഹുസൈൻ കണ്ടത്താണി ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ ഹുസൈൻ കണ്ടത്താണിക്ക് ഒരു സംശയത്രേ, ഞാനില്ല ചൈനയിലേക്ക്. എന്താ കാര്യം? ചൈനയിൽ തന്നെ വാങ്ങു വിളിക്കുന്നു, ചൈനയിൽ തന്നെ നിസ്കരിക്കാൻ പറ്റില്ല, ചൈനയിൽ പള്ളി ഉണ്ടാവില്ല, കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ്, അതുകൊണ്ട് ഞാൻ ഇല്ലാന്ന്. ഹുസൈൻ കണ്ടത്താണി ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ AK ബാലൻ പറഞ്ഞത്, നിങ്ങൾ ഇങ്ങോട്ട് പോരും, നിങ്ങൾ അറിയുന്ന ചൈനയല്ല ചൈന, എനിക്കറിയാൻ ചൈന എന്താണ്, നിങ്ങൾ ഇങ്ങോട്ട് പോരും. അങ്ങനെ AK ബാലന്റെ ഒറ്റ മറ്റേ ധൈര്യത്തില് ഹുസൈൻ കണ്ടത്താണി പ്ലെയിൻ കയറി. AK ബാലന്റെ വാക്കുകളാട്ടോ ഇതൊക്കെ. അങ്ങനെ ആ പ്ലെയിൻ ചൈനയിലെ മണ്ണിൽ പറന്നിറങ്ങി. ഇറങ്ങിയപ്പോ കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ആ വിമാനത്താവളത്തിലേക്ക് സ്വാഗതം തന്നെ നമ്മളൊക്കെ കേൾക്കുക. പക്ഷെ അതല്ല കേട്ടത്, വാങ്ങി വിളി അങ്ങനെ മുഴങ്ങുന്നു. പശ്ചാത്തലത്തില് ഹുസൈൻ കണ്ടത്താണിക്ക് അങ്ങനെ ആനന്ദം മാത്രമല്ല, തിരിച്ചു പോരോളം 5 നേരം നിസ്കരിച്ചു. അതാണ് ചൈന. 5 നേരം നിസ്കരിച്ചു. വാങ്ങി കേട്ട് 5 നേരം നിസ്കരിക്കാൻ ഹുസൈൻ കണ്ടത്താണിക്ക് സാധിച്ചു. അതാണ് ചൈന. എങ്കിൽ സഖാവേ, ചൈനയിൽ പോലും നിസ്കരിക്കാൻ സൗകര്യമുള്ളതിന്, ചൈനയിൽ പോലും വാങ്ങി കേട്ടതില് അഭിമാനിക്കുന്ന സഖാവ് AK ബാലനെ പോലുള്ളവർ എന്തേ ആ പാർട്ടിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന സാധാ ഹിന്ദുക്കൾക്ക് സ്വന്തം വീട്ടിന്റെ അകത്ത് ഒരു ഗണപതി ഹോമം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാഞ്ഞത്? വേറെ പോയിട്ടല്ല, സ്വന്തം വീട്ടിന്റെ അകത്ത്. അപ്പൊ അതാണ് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഒന്നും. അത് നിലനിർത്താതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ എന്ന ഗൂഢാലോചനയിൽ ഇവരൊക്കെ പങ്കാണ്. പക്ഷെ നമുക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഏതായാലും ഈ ആരോപണങ്ങളെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയണം എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് സുധീരൻ മഠം നൽകുന്ന വിശദീകരണങ്ങളിൽ തൃപ്തനാണ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും കേട്ടാൽ അടങ്ങാത്ത ചില പുലികൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞോട്ടെ, സുധീരൻ പറഞ്ഞോട്ടെ,
പക്ഷേ ഇതൊന്നും കേട്ടാൽ അടങ്ങാത്ത ചില പുലികളല്ല, പുപ്പുലികൾ. അത്തരം ചില യുവത്വമുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ. വേറെ ആരുള്ള തൃത്താല MLA VT ബൽറാം. ഭഗവാന്റെ പേരാ പറഞ്ഞ കാര്യത്തിൽ അങ്ങോട്ട് ഹിന്ദുത്വം എന്ന് കേട്ടാൽ കാലിന്റെ അടിയിൽ കയറും, കൈ ചിരക്ക് വരും. പ്രവർത്തനം മുഴുവൻ ഫേസ്ബുക്കിലാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങിയ വേർക്കും, ദേഹം കറക്കും. അത്തരം സംഘടനാ പ്രവർത്തനമൊന്നും വേണ്ട. കളി മുഴുവൻ ഫേസ്ബുക്കിലും ട്വിറ്ററിലാണ്. AC-യിൽ ഇങ്ങനെ കുത്തി അമർത്താം. വളരെ എളുപ്പമുള്ള കാര്യം. അപ്പൊ അതിനകത്താണ് അമൃതാനന്ദമയി ദേവിക്കെതിരെയും ആർക്കൊക്കെ ഹിന്ദുക്കൾക്കെതിരെ പറയാമോ അവിടെയെല്ലാം അദ്ദേഹം വിശ്വസിക്കുന്നു ഗൈരിയുടെ പുസ്തകത്തിൽ. അതിനെതിരെ അന്വേഷണം വേണമെന്നും മഠത്തിനെതിരെ അന്വേഷണം വേണമെന്നും സ്വന്തം പാർട്ടിയുടെ നിലപാടിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് VT ബൽറാം MLA പറയുന്നത്. പുസ്തകത്തിലെ എഴുതിയതൊക്കെ ശരിയാണെങ്കിൽ മിസ്റ്റർ VT ബൽറാമിനെ ഞാൻ 2 പുസ്തകം സജസ്റ്റ് ചെയ്യും. ഒന്ന് വാങ്ങി വായിക്കും. 2 പുസ്തകങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ വായിച്ചത്. അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MO മത്തായി എഴുതിയ 2 പുസ്തകങ്ങൾ. മലയാളിയായ MO മത്തായി ജവഹർലാൽ നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. റിനൈസൻസ് ഓഫ് നെഹ്റു ഏജ് 1. 2 മൈ ഡേയ്സ് വിത്ത് നെഹ്റു. ഈ 2 പുസ്തകവും MO മത്തായി എഴുതിയതാണ്. VT ബൽറാം ഒഴിവുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എന്ന് കീഴ്പ്പെട്ടിറങ്ങണം, നേരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വായിക്കണം. അതിനകത്തും പലതും പറഞ്ഞിട്ടുണ്ട്. കൊള്ളരുതാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല സുഖകരമല്ലാത്ത ബന്ധങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പലരുടെ ലീലാവിലാസങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിക്കുക. ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ട് ആരുടേത് എന്ന് പറയുന്നില്ല. മാത്രമല്ല ഭാരതം ആദരിക്കുന്ന വിഗ്രഹങ്ങളെ തല്ലി ഉടയ്ക്കരുത് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് അതിന്റെ ഉള്ളതകളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ബൽറാമിന്റെ ബുദ്ധിയല്ല, ബൽറാം പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദരിക്കുന്ന വിഗ്രഹങ്ങളെ തല്ലി താഴത്തിടരുത് എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ അത്തരം വിഗ്രഹങ്ങളെ പറ്റി തന്നെയായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. മീരാബൻ എഴുതിയ ഗാന്ധിജിയുടെ സന്തത സഹചാരിയും എല്ലാം സഹായിയും എല്ലാമായിരുന്ന മീരാബൻ എഴുതിയ ഡയറി കുറിപ്പുകളുണ്ട്. അങ്ങനെ പലതും മിസ്റ്റർ ബൽറാം ഒന്ന് വായിക്കണം. കേസെടുക്കണമോ വിഗ്രഹങ്ങൾ തല്ലി തകർക്കണമോ എന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ ആരും അതിൽ വിശ്വസിക്കാത്തതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോ നമുക്കൊരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയുമാണ്. ഈ നാടിന്റെ ധർമ്മത്തിനെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ അതിന് കച്ചകെട്ടിയിറങ്ങിയ ചിലരുടെ കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് അമ്മയുടെ ഭക്തർ ഏറ്റെടുത്തിരിക്കുന്നത്. അമ്മ ഒരുപാട് മാറ്റം നാടിന് വരുത്തിയിട്ടുണ്ട്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് പലരെയും ആധ്യാത്മികമായും ഭൗതികമായും കൈപിടിച്ചുയർത്താൻ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആധ്യാത്മികത എന്തെന്നറിയാതെ അമ്പലം സാധാരണക്കാരനെ, ഒരു നാമം ജപിക്കാൻ പോലും അറിയാതിരുന്ന സാധാരണക്കാരനെ, ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ തൊഴണമെന്ന് പോലും അറിയാതിരുന്ന സാധാരണക്കാരനെ ആധ്യാത്മികതയുടെ പടവുകൾ ഓരോന്നോരോന്ന് ചവിട്ടി ലക്ഷങ്ങളെയാണ് അമ്മ ആ മാർഗത്തിലേക്ക്, അതിന്റെ അനുഭൂതിയിലേക്ക്, അതിന്റെ ആനന്ദത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്. മറക്കുമോ ഹിന്ദുക്കള്? ഈ ലോകത്തുള്ള ഏതെങ്കിലും ഹിന്ദു മറക്കുമോ? നന്ദിയോടെ എല്ലാം അതിനെ സ്മരിക്കുമോ? എന്നെല്ലാം ചാണകത്തിൽ കിടക്കുന്ന പുഴുക്കളെ പോലെ അവിടെ കിടന്ന് നടക്കാതെ കൈപിടിച്ച് മേലോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥം എഴുതിയാൽ അത് ദളിതൻ എഴുതിയതാണ് അതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അത് ദളിതനാണ്, ഇങ്ങനെ ദളിത പക്ഷത്തു നിന്ന് ചിന്തിക്കുന്നവർ, സ്ത്രീപക്ഷത്തു നിന്ന് ചിന്തിക്കുന്നവർ, ഈ മാനദണ്ഡമൊന്നും അമ്മയ്ക്ക് ബാധകമല്ലേ? അമ്മ സ്ത്രീയല്ലേ? അമ്മ ദളിത സമൂഹത്തിൽ ഉയർന്നു വന്നതല്ലേ? അത്തരത്തിലുള്ള പരിഗണനകളൊന്നും അമ്മയ്ക്ക് ബാധകമല്ലേ? കാരണം വളരാമോ അവരെന്നാണ് എന്നെന്നും കാൽക്കീഴിൽ കിടക്കണം, വോട്ട് ബാങ്കായി കിടക്കണം. അവർക്ക് ആനുകൂല്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും തറാം എന്ന് തവള പറയണമാതിരി, കാലവർഷക്കാലത്ത് തവളകൾ പറയുന്ന മാതിരി അധസ്ഥിത വിഭാഗങ്ങൾക്ക് തറാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറി കെട്ടിയിടണം. അപ്പോ അമ്മ വരുത്തിയ വിപ്ലവം, അമ്മ ഈ നാടിന് ചെയ്ത സേവനങ്ങൾ, സംഭാവന മറക്കാൻ കഴിയാത്ത ഭക്തരാണ്. ഉള്ളിൽ നിന്ന് ചില തീരുമാനവുമായി ഈ ശിവരാത്രി നാളിലെ എല്ലായിടത്തും ഉപവാസവുമായി ഒരുമിച്ച് കൂടുന്നു. നമ്മൾ ഉപേക്ഷിക്കുന്ന ഇത് ഭക്ഷണം മാത്രമല്ല, നമ്മൾ ഉപേക്ഷിക്കുന്നത് ഇവിടുത്തെ ചില ചീത്ത ശീലങ്ങളെയാണ്. ഇവരുടെയൊക്കെ വായ്ത്താരികൾക്ക് പിന്നിൽ നിന്നിരുന്ന, ഇതെല്ലാം കേട്ടു എന്ന് നടിക്കാതെ സഹിച്ചു കഴിഞ്ഞിരുന്ന ഒരു ജനത പലതും ഉപേക്ഷിക്കുന്നു. ഇനി നമ്മൾ പലതും കേൾക്കും. ഇനി പല തീരുമാനങ്ങളും നമ്മൾ എടുക്കാൻ സഹിക്കാവുന്നതിന്റെ പരമാവധിയും നമ്മളൊക്കെ എത്തി. മർമ്മത്ത് കുത്തിക്കഴിഞ്ഞാൽ ആളെ കുത്തിയാൽ കടിക്കാത്ത ചേരിയില്ലാന്നാണ്. അപ്പൊ തീർച്ചയായും കേരളത്തിലൊരു മാറ്റം അത് ഇതിലൂടെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ആ മാറ്റത്തിന് സമയമായിരിക്കുന്നു. ഇനിയും സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളെ ചവിട്ടി ലഭിക്കാൻ, അതിനെ അപമാനിക്കാൻ, അവഗണിക്കാൻ, ആക്ഷേപിക്കാൻ, അധിക്ഷേപിക്കാൻ
ആർക്കും അനുവാദം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ സമാജം ഇനിയും മൂലയിൽ കൂടും എന്ന് ചിന്തിക്കരുത്. അമ്മയോടൊപ്പം ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരും ഉണ്ട്. ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവരും ഉണ്ട്. കാരണം അമ്മയുടെ സഹായഹസ്തങ്ങൾ വാങ്ങിയവര്, അമ്മയുടെ സാന്ത്വനം നേടിയവര്, അവർ ജാതിക്കും മതത്തിനും അതീതമായാണ് അമ്മയ്ക്ക് മുന്നിലെത്തിയത്. അത് അതുപോലെ തന്നെ തുടരണം. മറ്റേതെങ്കിലും വിധത്തില് തീവ്രവാദികളുടെ വാക്ക് കേട്ടുകൊണ്ട് തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നേതാക്കളോ മാധ്യമങ്ങളോ അവർ നടത്തുന്ന ഈ പരിശ്രമങ്ങളൊക്കെ തന്നെ ഭക്തരുടെ ഒന്നിച്ച് നമ്മൾ നാമം ജപിച്ചാൽ മതി, ഒന്നിച്ച് ഉപവാസം എടുത്താൽ നമ്മുടെ ഇത്തരം പരിശ്രമങ്ങളിൽ ഇതെല്ലാം തളർന്നില്ലാതാകുന്ന ഒരു കേരളത്തിന്റെ ഒരു പുനർജനി ഇവിടെ സംഭവിച്ചിരിക്കും. അതിന് അമ്മയുടെ അനുഗ്രഹാശിസ്സുകൾ നമുക്കുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ പദകമലങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ഓം ശാന്തി ശാന്തി.